അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇങ്ങനെ ഒരു ഞായറാഴ്ച ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതേപോലെ വന്നു ചേരാൻ കാണിച്ച സന്മനസ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നേരത്തെ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഒരു ജില്ലാ കമ്മിറ്റി NRCയുടെ കീഴിൽ നടത്തുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിലല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയുക. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് 4 5 7 യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിശേഷണം തന്നെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് സിംഹവാലൻ കുരങ്ങന്മാർ അതിൽ നിന്നൊക്കെ മാറി ഇന്ന് എത്ര സംഘടന ഉണ്ടായാലും അതിലേത് സംഘടന പരിപാടി വെച്ച് കഴിഞ്ഞാലും അതിലെല്ലാം പങ്കെടുക്കാൻ ആളുകളെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല വളർച്ച തന്നെയാണ്. തുടർന്നും ഇതുപോലെ അനേകം ആളുകൾ ഒത്തുകൂടുന്ന വേദികൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും ആദ്യം തന്നെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് 3 വക്കീലന്മാരാണ് നമുക്ക് ഇവിടെ എത്തിച്ചേരേണ്ടിയിരുന്നത്. 3 വക്കീലന്മാർ വാഴില്ല എന്ന് എവിടെ വരെ പറഞ്ഞ പോലെ ഉണ്ട്. ഒരു വക്കീലിന് വരാൻ കഴിഞ്ഞില്ല, അഡ്വക്കേറ്റ് അനിൽകുമാർ. നമ്മളുടെ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാനുണ്ടായിരുന്നത്. അത് സാധിച്ചിട്ടില്ല. എന്തായാലും മറ്റ് 2 വിഷയങ്ങൾ നിങ്ങൾ കേട്ടു. അതിൽ അഡ്വക്കേറ്റ് ഫൈസൽ സംസാരിച്ച വിഷയം കുറേയൊക്കെ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ തോതിൽ ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ട് റിലീജിയൻ, വൈ റിലീജിയൻ എന്നുള്ളതാണ് നമ്മളെ വിഷയം. അപ്പോൾ എന്തായിരിക്കും ആ ചോദ്യം? 2 വൈ ആണത്. ഒന്ന്, നമ്മളുടെ സാധാരണ വിശ്വാസികൾ, നമ്മൾ മതവിമർശനം എപ്പോഴും നടത്തുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ മതം വിമർശനം അല്ലാതെ വേറെ ഒന്നുമില്ലേ, ഏതു നേരവും ഇത് തന്നെ മതിയോ എന്നൊരു ചോദ്യമാണ് വിശ്വാസികൾ നമ്മളോട് ചോദിക്കാറുള്ളത്. അതിനെക്കുറിച്ചാണ് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ മതവിശ്വാസികളായത് എന്നുള്ളതാണ്. ഇങ്ങനെ മതവിശ്വാസം അത് ഒരു നോർമലായ ഒരു സംഗതിയായിട്ട് നമ്മൾ ചിന്തിച്ച് അതിൽ അടിപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇത് രണ്ടുമാണ് ഒന്ന് സംസാരിക്കാനുള്ളത്. അതിനു മുന്നേ ഇന്നത്തെ ദിവസം, അതിവിടെ സൂചിപ്പിച്ചോന്ന് അറിയില്ല, നമ്മൾ ഇന്ന് സെപ്റ്റംബർ 11, ആ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിട്ട ദിവസമാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കി നമുക്കതിൽ മരണപ്പെട്ട കുറേ ആളുകളുണ്ട്. അതിന് ശേഷവും ആ സംഭവത്തോട് അനുബന്ധിച്ചൊക്കെ കൊല്ലപ്പെട്ട ഒരുപാട് ആളുകൾ. അവരെ ഒന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ചെറിയൊരു വീഡിയോ ആണ്. But the world's largest mobile phone maker is warning that third quarter sales will be about 5% below the year-ago level. This just in, you were looking at obviously a very disturbing live shot there. That is the World Trade Center, and we have unconfirmed reports this morning that a plane has crashed into one of the towers of the World Trade Center. CNN Center right now is just beginning to work on this story, obviously calling our sources and trying to figure out exactly what happened, but clearly something relatively devastating happening this morning there on the south end of the island of Manhattan. That is, once again, a picture of one of the towers of the World Trade Center. Came in like a spear. It just speared through the building like a fireball. You know, you can see the cut of the incision into the building. Today we've had a national tragedy. 2 airplanes have crashed into the World Trade Center in an apparent terrorist attack on our country. There are reports that the Pentagon has been evacuated and the White House is being evacuated. Clearly you're seeing now all of the airports across the country have been shut down. All flights have been canceled. This is as close as we can get to the base of the World Trade Center. You can see the firemen assembled here, the police officers, FBI agents, and you can see the 2 towers
A huge explosion now raining debris on all of us. We better get out of the way. I hope I live. I hope I live. It's coming down on me. Here it comes. I'm getting behind a car. Anthony, you okay? Yeah. Oh my God. Oh my God. Watch out, watch out. Oh, I got it. അന്ന് കൊല്ലപ്പെട്ട ആളുകൾ, ആ നടന്ന സംഭവം സത്യത്തിൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിയൊരു സംഭവമാണ്. സെപ്റ്റംബർ 11 മുന്നേയും സെപ്റ്റംബർ 11 ശേഷവും എന്നുള്ള രീതിയിൽ ലോകത്തെ തന്നെ ഭാഗിച്ച ഒരു സംഗതിയാണ് ഈ ട്വിൻ ടവർ ഭീകരാക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത്, നമ്മളിന്ന് ജീവിക്കുന്നത്, ഈ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ +2 പഠിക്കുകയാണ്, നമ്മളൊക്കെ വിശ്വാസിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ കാലഘട്ടം എങ്ങനെയാണെന്നുള്ളത്. ഇസ്ലാം എന്താണെന്നോ ഇസ്ലാമിൻ്റെ ടെററിസം എന്താണെന്നോ ഒന്നും ഒരാളും കാര്യമായിട്ട് ചിന്തിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ സെപ്റ്റംബർ 11 മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയാം, ഭീകരവാദം അല്ലെങ്കിൽ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെറർ എന്നുള്ള രീതിയിലേക്ക് ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒസാമ ബിൻ ലാദനും സവാഹിരിയും ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് ഇന്ന് ഓടിയെത്തുന്നത്. ആ രീതിയിലേക്ക് നമ്മളെ മാറ്റിമറിച്ച് കളഞ്ഞു ഈ ഒരു സംഭവം. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, ഇത് ചർച്ച ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് ഇത് ചർച്ച ചെയ്യുന്ന ഒരു സമയം. ഓഗസ്റ്റ് 22 യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഡേ കമ്മമറേറ്റിംഗ് ദ വിക്ടിംസ് ഓഫ് ആക്ട്സ് ഓഫ് വയലൻസ് ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് ബിലീഫ് എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. എല്ലാ ഓഗസ്റ്റ് 22 ഇങ്ങനൊരു ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ലോകത്തും കൂടിയാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? ഇങ്ങനെ ഒരു ദിനം തന്നെ നമ്മുടെ ലോകത്തുണ്ട്. വിശ്വാസങ്ങളും മതങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നേരിടേണ്ടി വരുന്ന ആളുകൾ, അവരെ ഓർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ദിനം. അതിനെ തുടർന്ന് ലോക എക്സ് മുസ്ലിം കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് UK ബേസ്ഡ് ആണ്. അവർ അപ്പോസ്റ്റസി ഡേ എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 22 അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അവരും അത് ഒബ്സർവ് ചെയ്തു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ മതനിരാസം എന്ന് പറയുന്ന അപ്പോസ്റ്റസി എന്ന് പറയുന്ന സംഗതി, മതത്തിൽ നിന്ന് പോരുക എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ലോകത്ത് മുഴുവൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിന്ദ കുറ്റം അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് തൊട്ട് മുന്നേ നമുക്കിവിടെ ഫൈസൽ സാറ് പറഞ്ഞതും. വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ലോകമാണ് വരാനിരിക്കുന്നത് ഇനി നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. പക്ഷേ നിലവിൽ നമ്മൾ അതിന് പ്രയത്നിച്ചാൽ മാത്രമാണ്
അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്യുന്നതും അവബോധം ഉണ്ടാക്കുന്നതും മതത്തിന് വേണ്ടി വാളെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മെനക്കെടുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇനി നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾ മതത്തിനെ ഏത് നേരവും ഇതുപോലെ വിമർശിക്കുന്നു ഒരു ചോദ്യമാണ്. അതിൽ തന്നെ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു? ഈ ചോദ്യം പല ആളുകളും മെസ്സേജായിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പാതിരാത്രിക്ക് ഒക്കെ 11 മണിക്കും 12 മണിക്കൊക്കെ ആയിരിക്കും ചില ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുക, എന്താണ് നിനക്കൊക്കെ അന്തസ്സുണ്ടോടാ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കേണ്ടി വരാറുമുണ്ട്. 12 മണിക്കൊക്കെയാണ് ചില ആളുകൾ വിളിച്ചിട്ട്, അല്ല സർ എന്തിനാണ് ഈ ഇസ്ലാമിനെ മാത്രം നിങ്ങൾ വിമർശിക്കുന്നത്, നേരം വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. കാരണം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അതുമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് ലോകത്ത് പല ജാതി മതങ്ങളും ഇവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷേ വിമർശിക്കുന്നത് ഏതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസികൾ പറയുന്ന പ്രകാരം മാങ്ങയുള്ള മാവിലെ കല്ലെറിയും, അതുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ വിമർശിക്കണമെന്നാണ് വിശ്വാസികൾ പറഞ്ഞ് ആശ്വസിക്കുന്നത്. നമ്മളവരോട് പറയാറുണ്ട്, പേപ്പട്ടിയാണ് എല്ലാവരും കല്ലെറിയാറ്, അല്ലാതെ വെറുതെ നടന്നു പോകുന്ന പട്ടി ആരും കല്ലെറിയാറില്ല എന്ന് നമ്മൾ അവരോട് തിരിച്ചു പറയാറുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടം, ഇപ്പോൾ എക്സ് മുസ്ലിം എന്നുള്ള പേര് നമ്മൾ ഉപയോഗിച്ചു, അപ്പോൾ അവർ ഉടനെ പറഞ്ഞ് മുസ്ലിം എന്നുള്ള പേരിനോട് എന്തോ വലിയ ഒരു താല്പര്യം, ഒരു സ്നേഹമുണ്ട്, നിങ്ങൾക്കത് വിട്ടു പോകാൻ അങ്ങോട്ട് ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾക്ക് വേറെയും ഒരു പേരിനോട് വലിയ താല്പര്യമുണ്ട്, അത് മദ്രസ പൊട്ടൻ എന്നുള്ള പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എക്സ് മദ്രസ പൊട്ടൻ എന്നാണ് ഇപ്പോൾ വിളിക്കാറ്. ഇപ്പോൾ ആ പറച്ചിൽ നിർത്തി. അപ്പോൾ ഇത് അവർ സ്വയം സമാശ്വസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇത് പ്രസക്തമാണ്. എന്തുകൊണ്ട് മതങ്ങളെ ഏത് നേരം വിമർശിക്കുന്നു, എന്തുകൊണ്ട് അതിൽ ഇസ്ലാം കടന്നു വരുന്നു എന്നുള്ളത്. മതം എന്ന് പറയുമ്പോൾ അതിൻ്റെ പര്യായമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ദൈവസങ്കല്പം, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ദൈവസങ്കല്പം, അതിനെയാണ് നമ്മൾ മതം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഏത് മതമാവാം, ഹിന്ദു മതമാവാം, ക്രിസ്ത്യാനിറ്റി ആവാം, ഇസ്ലാം ആവാം, ജൈനമതമാവാം, ബുദ്ധമതമാകാം, ഏതും ആവാം. നമ്മുടെ ഇവിടുത്തെ വിഷയം അത്തരത്തിലുള്ള മതങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് മതം ഇവിടെ ഒരു വലിയ ചർച്ചാ വിഷയമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏതൊരു വിഷയം എടുക്കുക, ഏറ്റവും ഒടുവിൽ വന്നത് യൂണിസെക്സ് യൂണിഫോം, അത് ഇവിടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. ആരുടെ ഭാഗത്തുനിന്നാണ് അതിന് എതിർപ്പുണ്ടായത്? കമ്മ്യൂണിസ്റ്റുകാരാണോ, കോൺഗ്രസ്സുകാരാണോ, BJPക്കാരാണോ, ആരെങ്കിലും ആണോ, ഏതെങ്കിലും സ്കൂളുകളാണോ? ആരുമല്ല. ഒരു പ്രത്യേക മതത്തിൻ്റെ, ഞാൻ ആ മതം അങ്ങ് വിടുക, ഒരു മതത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അതേപോലെ ഇനി മറ്റൊരു വിഷയം, ഈ സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ചിട്ട് അവർക്ക് ഈക്വാലിറ്റി കൊണ്ടുവരണം, ആണിനും പെണ്ണിനും സ്വത്തവകാശം കിട്ടുമ്പോൾ അത് തുല്യ